ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ വീട്ടിൽ വിവാഹ നിശ്ചയം തീരുമാനിച്ചതിൻ്റെ സന്തോഷം അച്ഛനുമായിട്ട് വന്ന് പങ്കുവയ്ക്കുക രണ്ട് മക്കളും കൂടി. അപ്പോൾ നീ ആദർശ തിരിച്ചു വന്നാലും MD സ്ഥാനത്ത് നിന്ന് അനി മാറരുതെന്നാണ് അച്ഛൻ മകളോട് പറഞ്ഞു കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ ഞാൻ നോക്കിക്കോളാം അച്ഛ എന്ന് അവന്തിക. അവൻ ആകെ ഇടഞ്ഞു നിൽക്കുക അച്ഛ. അന്നേരത്തേക്കും അഭി പറയുക കേട്ടോ, ഞാൻ അനിയേട്ടനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതിന് ശേഷം നേരെ പോയി കണ്ടത് ആദർശേട്ടനെയാണെന്നും ആദർശേട്ടനും നയനയും എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ സംസാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് നയനയ്ക്ക് നന്ദു നമ്മുടെ തറവാട്ടിലേക്ക് വരണം എന്ന് തന്നെയാണെന്നാണെന്ന് ഈ അവന്തിക പറയണു. അപ്പം അവൾ പഠിച്ച കളിയാണ് വെച്ചാൽ അവൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ എന്ന് അഭി. പിന്നെ അമ്മായിയും നവ്യയും കട്ടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് നയന വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തൊന്നും ഇല്ല വെച്ചാന്നും അഭി പറയുക. നയനയുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്ദു അനിയേട്ടനും ഒന്നിക്കുന്നതിൽ എതിർപ്പാണെന്നൊക്കെയാണ് പറയുമ്പം അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്. കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചു വിടാൻ കച്ച കെട്ടി നടക്കുന്ന കനകയെപ്പറ്റി ആ നാട് മുഴുവനും പാട്ടാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ അഭി അന്നേരം ഇവിടെ വന്നിരുന്ന് പറയുന്നു. അങ്ങനെ കള്ളം പറഞ്ഞാണ് രണ്ട് മക്കളുടെയും കല്യാണം നടത്തിയതെന്നൊക്കെ പറയുമ്പോഴേക്കും വലിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണെന്നും അതിൽ നമ്മൾ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയെന്നും നാഗേന്ദ്രൻ അന്നേരം പറഞ്ഞു. ഇൻ കേസ് പരാജയപ്പെട്ടാൽ അവിടെയും നേട്ടം മൂർത്തി ജ്വല്ലറിക്ക് തന്നെയാണെന്നും അതിലുപരി അതിൻ്റെ MD ആയ അനിക്കാണെന്ന കാര്യവും ഇയാൾ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയുടെ ഗ്രാഫ് താഴേക്കല്ല മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അവന്തികയ്ക്ക് സന്തോഷം. അവൻ MD ആയതിനു ശേഷം രണ്ട് ജ്വല്ലറിയും തമ്മിലുള്ള വ്യത്യാസം നേരിയത് മാത്രമായെന്ന കാര്യവും പറഞ്ഞ് നമ്മളെക്കാളും ഇപ്പോൾ കുറച്ച് മുൻതൂക്കം മൂർത്തി ജ്വല്ലറിക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും ഈ നാഗേന്ദ്രൻ ഇവരോട് പറയുന്നു. ഇതോടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർ ജ്വല്ലറി ഫീൽഡ് മുഴുവൻ കഴിയടക്കുമെന്നും ഈ നാഗേന്ദ്രൻ പറയുക. പിന്നെ ഒന്നാമത് സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ. ഈ സമയത്ത് സ്വർണം വാങ്ങുന്നവരെല്ലാം നല്ല പൈസക്കാർ മാത്രമായിരിക്കുമെന്നും അവർക്ക് പണിക്കൂലി കുറവും മറ്റു സൗജന്യങ്ങളൊന്നും ആവശ്യമില്ല എന്നും വേണ്ടത് ക്വാളിറ്റിയുള്ള സ്വർണ്ണമാണെന്ന കാര്യവും ഈ നാഗേന്ദ്രൻ പറയുക. ഒപ്പം നല്ല ഡിസൈനും അവർക്ക് ആവശ്യമുണ്ടെന്നും അവിടെയാണ് ഈ ഡിസൈനിങ് കോമ്പറ്റീഷൻ്റെ പ്രാധാന്യമുള്ളതെന്ന കാര്യമൊക്കെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനടി രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നും ഒന്ന് ആ വലിയ മത്സരം നടക്കുമെന്നും രണ്ട് മോളും അനിയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടക്കുമെന്നും ഈ നാഗേന്ദ്രൻ ഭയങ്കര പ്രതീക്ഷയോടെ പറയുക. രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണെന്നും അച്ഛൻ പറയുന്നു. ഇനി അനിയേട്ടൻ കൈവിട്ടു പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല അച്ഛാന്ന് അവന്തിക. എന്നെ ഒഴിവാക്കിയിട്ട് നന്ദു ആ വീടിൻ്റെ പടി കടന്നു വന്നാൽ അതവരുടെ നാശത്തിനാണെന്ന് കൂട്ടിക്കോ എന്നൊക്കെ അവന്തിക്ക് അവിടെ നിന്ന് പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര കൊലിയേറി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അബി അവിടെ. അതുപോലെ തന്നെ അവന്തികയും അച്ഛനും. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനി ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അവന്തിക ദേ വന്നേക്കുന്നു. വലിയ ചിരിച്ച് പിടിച്ച് അനിയേട്ടാ എന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. ഇവളെ കണ്ടപ്പത്തേന് തല്ലിക്കൊല്ലാനുള്ള കലിയാണ് നമ്മുടെ അനിക്ക്. എന്താടി എന്ത് വേണമെന്ന് ചോദിച്ചു അലറി വിളിച്ചുകൊണ്ട് അനി അങ്ങ് ചെന്നു. അപ്പോൾ എന്തിനാ അനിയേട്ടാ ഇങ്ങനെ ചൂടാകുന്നതെന്ന് ചോദിച്ചു. ചൂടാവാതെ പിന്നെ നീ ഒരുത്തി കാരണോ മനുഷ്യൻ്റെ മനസ്സമാധാനം മൊത്തം കളഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ ഈ പറയുന്നതെന്ന് ചോദിച്ചു അവന്തിക. എന്ത് ചെയ്തെന്നോ? നീ എന്തിനാ എല്ലാവരോടും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. എന്നെ വിവാഹം കഴിക്കണമെന്ന് നീ എന്തിനാ പറഞ്ഞതെന്നും അനി ചോദിക്കുമ്പം എനിക്ക് അനിയേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണെന്ന് ഇവള് പറഞ്ഞു. നീ അങ്ങനെ ഇപ്പം എന്നെ ഇഷ്ടപ്പെടേണ്ടെന്ന് അനി അന്നേരം പറഞ്ഞു. എടിപിടിയെന്ന് ഓരോന്ന് തീരുമാനിക്കാൻ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവധിക പറയുമ്പം അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ വീണ്ടും എന്തിനാ എന്നെ വേണമെന്ന് നീ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചു അനി. ഒരാണിന് മറ്റൊരു പെൺകുട്ടിയോട് താല്പര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ പിന്നെ വേണമെന്ന് ആരും പറയില്ല എന്നും. പക്ഷെ നീ അങ്ങനെയല്ല, എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കി എൻ്റെ സ്വസ്ഥത കളയുകയാണെന്നൊക്കെ പറഞ്ഞ് അനി ദേഷ്യപ്പെട്ടു. അപ്പോൾ എന്താ എവിടെയെന്ന് ചോദിച്ച് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പറയുന്നത് കേട്ടില്ല അമ്മായി, ഞാൻ അനിയേട്ടൻ്റെ സ്വസ്ഥത കളയുവാണെന്നും പറഞ്ഞ് അവന്തിക വലിയ ആൾ കളിക്കുമ്പോഴേക്കും എന്താ ഇനി ഇത്, നീ എന്തിനാ മോളോട് കാര്യത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനി. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ഞങ്ങൾ പറഞ്ഞ് കേട്ടേ പറ്റൂ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഇവരുടെ ആഗ്രഹം മാത്രം നടന്നാൽ മതിയോ വല്യമ്മേ? എനിക്കും എൻ്റെതായ ഇഷ്ടങ്ങളില്ലേ, തീരുമാനങ്ങളില്ലേ എന്ന് അനി അന്നേരം ദേവയാനിയോട് ചോദിച്ചു. നീ ഇനി വെറുതെ ശബ്ദം ഉയർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന ദേവയാനിയുടെ വക അന്നേരം. ആദർശം നയനയും ഈ വീട്ടിൽ നിന്ന് പോയതുപോലും സഹിച്ചവരാണ് ഞങ്ങളെന്നും പിന്നെ അതൊക്കെ അച്ഛനു വേണ്ടി മാത്രമാണെന്നും അവർക്കൊപ്പം പോയി ഞാൻ താമസിക്കാത്തതും അച്ഛൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണെന്നും ദേവയാനി ഇങ്ങനെ അനിയോട് പറഞ്ഞു. അങ്ങനെയുള്ള അച്ഛൻ നിന്നൊരു താക്കീതോടുകൂടി പറഞ്ഞു കഴിഞ്ഞു, ഞായറാഴ്ച നിശ്ചയം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന്. അതിൽ നിന്ന് ഇനി മാറാനൊന്നും പറ്റത്തില്ല എന്നും.
അപ്പോൾ ഇനി ചിലപ്പോൾ അനിയേട്ടൻ തന്നെ ആ അനാമികയുടെ അച്ഛനോട് പറയുമായിരിക്കും ഡിവോഴ്സിന് മുന്നേ നിശ്ചയം നടക്കാൻ പോവുകയാണെന്ന്, അതിനെതിരെ കേസ് കൊടുക്കണമെന്ന്. അത് കേട്ടപ്പം നീയേ അബിയുടെ പെങ്ങളല്ലേ, അപ്പം അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കത്തുള്ളൂ, അതിനുള്ള ബുദ്ധിയെ നിനക്കുള്ളൂ എന്ന് അനിയൻ നേരം പറഞ്ഞു. നീ വാ മോളെ, ദേ നമ്മൾ ഏതായാലും ആ ചടങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, ഇനി ഇവൻ എത്ര കിടന്ന് ചാടിയിട്ടും ഒരു കാര്യമില്ല, മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവന്തികയും കൂട്ടി ദേവയാനി അങ്ങ് പോയി. അനിയാണെങ്കിൽ ആകെ സ്വസ്ഥത ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് ഇവനെ കാണിക്കുന്ന ജാനകി ആട്ടോ. ജാനകി മുറിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവന്തികയും ദേവയാനിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇവരങ്ങോട്ടേക്ക് ചെന്നപ്പോൾ എടി നിന്റെ മോനുണ്ടല്ലോ, മോളെ പരമാവധി വിഷമിപ്പിക്കുക കേട്ടോ എന്ന് ദേവയാനി അന്നേരം ജാനകിയോട് പറയാം. അപ്പോൾ ജാനകിയുടെ മുഖം വലിഞ്ഞു കയറി. നീ അതൊന്നും കാര്യമാക്കണ്ട മോളെ, അവളുടെ മുത്തശ്ശനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പം എന്നാലും അനിയേട്ടൻ എന്നെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ അമ്മായി, എത്ര ഇൻസൾട്ട് ചെയ്താലും ഈ വിവാഹം നടക്കും മോളെ എന്നും പറഞ്ഞായി ജാനകിയെ. അപ്പോൾ സന്തോഷമായില്ലേ എന്ന് ദേവയാനി ചോദിച്ചപ്പം ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ അനാമികയുടെ കാര്യം, അവളെ കല്യാണം കഴിക്കാൻ അനിയേട്ടൻ ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കല്യാണ ശേഷവും ആ ഇഷ്ടക്കേട് തുടർന്നില്ലേ എന്ന് ചോദിച്ചപ്പം മോളെ അവളുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതേ സ്വത്തും പണവും മോഹിച്ചിട്ടാ. എന്നാൽ മോളുടെ കാര്യം അങ്ങനെയാണോ? അല്ലല്ലോ, ഈ കുടുംബത്തിലെ പെൺകുട്ടിയല്ലേ മോള്, അപ്പം പിന്നെ നീ സ്വത്തിന് വേണ്ടിയല്ലല്ലോ അനിയെ സ്നേഹിക്കുന്നത് എന്ന് ജാനകി. എനിക്ക് സ്വഭാവ ഗുണമുള്ളൊരു ചെറുക്കനെ കിട്ടണമെന്നേ ഉള്ളൂ, അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മോളെ, സ്വഭാവ ഗുണമുള്ളൊരു കുട്ടിയാണ് ഞങ്ങൾക്കും വേണ്ടതെന്ന് ജാനകി. അയ്യോ, അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് ഇരിക്കട്ടോ, ഈ കല്യാണം നടക്കുമെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു പോന്നപ്പോൾ അവളുടെ യഥാർത്ഥ മുഖം കാണിച്ചുകൊണ്ട് അവൾ പോരുന്നത്. അവന്തൊക്കെ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ദേവയാനി അനി ആകെ ഇടഞ്ഞു നിൽക്കുക ജാനകി എന്ന് പറയുന്നു. പിന്നെ അവനെ നീ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോന്നും പറഞ്ഞു കൊടുക്കുവാണ്. ഇനി നന്ദു അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് നടക്കില്ല എന്ന് നീ വീണ്ടും വീണ്ടും അവനോട് പറയണമെന്നും പറഞ്ഞു. അവളും അനിയും തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ആ ഒരു വിലക്ക് കൽപ്പിക്കേണ്ടത് അവരുടെ അച്ഛനും അമ്മയും തന്നെ അല്ലേന്ന് ചോദിച്ചു. അതെങ്ങനെയാ, കനകയ്ക്ക് താല്പര്യം കാണും ഇളയ മകളെയും കൂടി ഇങ്ങോട്ട് വിടാനെന്നൊക്കെ പറയുമ്പം ജാനകി അവരൊന്നും അതേപ്പറ്റി ചിന്തിക്കുന്ന കൂടിയില്ല, നീ ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പോയപ്പോൾ ആ ബന്ധം വേണ്ടാന്ന് ഗോവിന്ദനും കനകയും പറഞ്ഞത്, അച്ഛനും അമ്മയും കൂടി ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ജാനകി. നിന്നോട് ചോദിച്ച് എതിർക്കുമെന്നറിയാം, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാതെ അങ്ങോട്ടേക്ക് പോയതെന്നും എന്തായാലും അന്ന് പോലും ഗോവിന്ദനും കനകയും മാന്യത കാണിക്കുകയും ചെയ്തതെന്ന കാര്യവും പറഞ്ഞു. മാന്യത കാണിച്ചില്ലെങ്കിലും ശരി, ഒരു കാരണവശാലും നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ജാനകി ഒറ്റക്കാലം നിൽക്കുക. ജാനകി ഇവിടെ അച്ഛനൊരു തീരുമാനം എടുത്താൽ അതിനെ എതിർക്കാൻ ആർക്കും കഴിയത്തില്ല എന്നും ദേവയാനി പറഞ്ഞു. പിന്നെ നീ എന്തോ വിപ്ലവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും ആ ബന്ധം നടന്നിരിക്കുമെന്നും ദേവയാനി പറഞ്ഞപ്പം നടന്നോട്ടെ, പക്ഷേ എൻ്റെ ശവത്തിൻ്റെ മുകളിലൂടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ അച്ഛനൊരു തീരുമാനം എടുത്താൽ പിന്നെ ആര് മരിച്ചാലും അച്ഛൻ അതൊരു പ്രശ്നമല്ല എന്ന് ദേവയാനി പറഞ്ഞു. അത് നീ ആയാലും ശരി ഞാനായാലും ശരിയെന്നും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാനും ദേവയാനി പറയുന്നു. എന്നിട്ട് അനിയാവന്തികയും ഒന്നിപ്പിക്കാൻ നോക്കാനും പറഞ്ഞു. അവനാണെന്നുണ്ടെങ്കിൽ ആകെ വട്ടുപിടിച്ച് ഇതിൽ നടക്കുന്നതെന്ന കാര്യവും പറയാം. അവനിപ്പോൾ എല്ലാവരോടും ഭയങ്കര ദേഷ്യമാണ്, കൂടുതൽ എന്നോടാണ്. ഞാനാണല്ലോ ആദർശിനേക്കാളും അവൻ്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ എടുത്തിരുന്നതെന്ന കാര്യമൊക്കെ പറയുക ദേവയാനിയെ. ഇപ്പം ഞാൻ പോലും അവനെ കേൾക്കുന്നില്ലെന്നാണ് അവൻ്റെ പരാതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവയാനി എല്ലാം പറയുന്നു. സത്യം പറഞ്ഞാൽ അവനൊരു പാവമാണ്. അവൻ പറയുന്ന ഒരു കാര്യം സത്യമാണ്, ഒരിക്കൽ പോലും അവൻ ചിന്തിച്ച് കാണില്ല പെങ്ങളായിട്ട് കണ്ടിരുന്ന അവന്തിക അവൻ്റെ ഭാര്യയായിട്ട് കടന്നു വരുമെന്നുള്ളത്. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന കാര്യവും ദേവയാനി ജാനകിയോട് മാന്യമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവനെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല എന്ന് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോന്നു. ജാനകി ഇങ്ങനെ പലതും മനസ്സിൽ കണക്കൂട്ടി നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെ കാണാൻ അനി ഓടിയെത്തുക. അപ്പോൾ അനിയുടെ വരവ് കണ്ടപ്പോഴത്തേക്കും എന്താടാ നീ ആരോടെ വഴക്കിട്ടിട്ട് വരുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, വഴക്കിട്ടിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇനി ബാക്കിയുള്ള വഴക്ക് ഇവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അനി ദേഷ്യപ്പെട്ടു. അത് ശരി, അപ്പോൾ വഴക്കിടാനാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. നയനെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞിട്ടാണല്ലേ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഡിവോഴ്സ് കേസ് ആണെങ്കിലോ കോടതിയിലേക്ക് എടുക്കുക, അതിപ്പോഴും കഴിഞ്ഞിട്ടുമില്ല, അതിനു മുൻപ് എങ്ങനെ നിശ്ചയം നടത്തുമെന്നൊക്കെ ചോദിച്ചപ്പം എടാ കേസ് നോക്കുന്നത് നമ്മുടെ നവീനല്ലേ, അവനാ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്, ആരും അറിയാതെ നിശ്ചയം നടത്തുന്നത്, ഇനി നീയായിട്ട് അത് മറ്റുള്ളവരെ അറിയിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പം ഇത് വല്ലാത്ത ചീറ്റിംഗ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ചീറ്റിംഗ് ആകുന്നതെന്ന് ചോദിക്കാൻ നയന വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചപ്പം വീട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ചായിരുന്നല്ലോ അനാമികയായിട്ടുള്ള എൻ്റെ കല്യാണം നടത്തിയത്, എന്തോ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് ഇഷ്ടമില്ല എന്ന് 1000 തവണ പറഞ്ഞാലും അവരെ തന്നെ എൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാണെന്നും അനി പറയുക ഇവരോട്. ഇതെന്താ ഇങ്ങനെ? ആദർശേട്ടൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവന്തികയെ ആ കണ്ണുകളോടെ ഞാൻ നോക്കുന്നത്?
എടാ കുട്ടിക്കാലത്തൊക്കെ അവരെല്ലാം നമ്മുടെ അനിയത്തിമാരായിരുന്നില്ലേ, അതുകൊണ്ട് അവരെ നമ്മൾ മറ്റൊരു കണ്ണോടുകൂടി കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല അവൾ മുറപ്പെണ്ണാണെങ്കിലും അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാകരുതെന്ന് മുത്തശ്ശന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിർബന്ധമുള്ള മുത്തശ്ശന് ഇപ്പോഴെങ്ങനെയാണ് മാറി ചിന്തിച്ചതെന്ന് അനി അന്നേരം ചോദിക്കാം. കല്യാണത്തിനൊരു പ്രായമൊക്കെ ഇല്ലേ അനിയെന്ന് നയനി അന്നേരം ചോദിച്ചു. കുട്ടികൾ തെറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാ കുട്ടിക്കാലത്തെ അങ്ങനെയുള്ള ബന്ധമൊന്നും പറഞ്ഞു വെക്കാത്തത് എന്ന് നയന. വലുതായപ്പോഴും എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല, ഇനി തോന്നാനും പോകുന്നില്ല എന്ന് അനി ആദർശനോടും നയനയോടും പറയുന്നു. എന്ന് വെച്ചാൽ വീണ്ടും സമ്പൂർണ്ണ പരാജയത്തിന് വേണ്ടിയുള്ളൊരു വിവാഹമാണിത്. എന്നിട്ട് ഒരു സമയം കഴിയുമ്പോൾ അടിച്ച് പിരിയുമെന്നും അനി പറയുന്നു. ഇപ്പം എന്തിനാ അനി പിരിയുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുന്നതെന്ന് നയന ചോദിക്കുമ്പം ഏട്ടത്തി അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു. ഈ ബന്ധം ശാശ്വതമായിട്ട് പോവത്തില്ല. നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അത്ര നല്ല കുട്ടിയൊന്നും അല്ല അവള്. അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാളെ തന്നെ വേണമെന്ന് ഇങ്ങനെ നിർബന്ധം പിടിക്കുമോ എന്ന് അനി ചോദിച്ചു. എടാ അതിൽ അവളെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവൾക്ക് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലാൻ ഭയമായിരിക്കുമെന്നും മിക്ക കുട്ടികളിലും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണെന്നും ആദർശ് പറയണം. പിന്നെ അത് നിന്നെയല്ലല്ലോ നവീനയല്ലേ അവൾക്ക് ആലോചിച്ചത്. ആ സമയത്ത് അവരുടെ ബന്ധം പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി നിന്നെക്കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ പരമാവധി ശ്രമിച്ച് നോക്കിയതേട്ടാ, അവനതിൽ താല്പര്യം ഇല്ലായിരുന്നു എന്ന് അനി പറയണു. അതുപോലെ തന്നെ പഠിക്കുന്ന കാലത്ത് അവൾ വലിയ അഹങ്കാരി ആയിരുന്നില്ലേ, പിന്നെ എങ്ങനെയേട്ടാ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നതെന്നും അനി ഇവരോട് രണ്ടുപേരോടുമായിട്ട് ചോദിക്കുവാണ്. അവൾ അയർലൻഡിൽ പോയിട്ട് സ്വഭാവം മാറി എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്നത്, അത് നമ്മളെല്ലാം കുപ്പിയിലാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നതെന്നും അനി ഇവരോട് പറയുമ്പോൾ, അനി ഇഷ്ടമല്ല എന്ന് വെച്ച് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യമൊന്നും പറയണ്ട കേട്ടോ എന്ന് നയന പറയുമ്പം, ഏട്ടത്തി സ്നേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നവർ അനന്തപുരക്കാർ. അനാമിക വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തായിരുന്നു എല്ലാവരുടെയും പറച്ചില്ലെന്ന് ചോദിച്ചു അനിയെ. ഇതുപോലെ നല്ലൊരു കുട്ടിയെ കണ്ടിട്ടില്ല, നല്ലൊരു ഫാമിലിയെ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയല്ല വല്യമ്മയാ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നതെന്ന കാര്യം അനി പറയാം. അപ്പം ഇവർക്കൊന്നും പറയാനില്ല കേട്ടോ. അല്ല എന്തൊക്കെ നാടകങ്ങളാണ് കളിച്ചിരുന്നത് അമ്മ അച്ഛനും മോളും കൂടി. ഇതിപ്പോൾ അതിനേക്കാളും പ്രശ്നക്കാരിയായ ഒരു അമ്മയുടെ മോളുമായിട്ടാ എന്നെ കൂട്ടിക്കെട്ടാൻ പോകുന്നതെന്ന കാര്യം അനി പറയുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല, അത് മുത്തശ്ശൻ്റെ മുന്നിൽ ഇത്ര ആർജവത്തോടെ എനിക്ക് പറയാൻ പറ്റത്തില്ല ഏട്ടാ. പക്ഷേ ഏട്ടനോട് ഞാൻ പറയാം, ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അനി പോകുമ്പോൾ എടാ അനി എന്നും പറഞ്ഞ് ആദർശ് വിളിച്ചു. ഇത് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും മുത്തശ്ശൻ തീരുമാനിച്ച ബന്ധമാണെന്നും അതുകൊണ്ട് നീ മുത്തശ്ശൻ പറയുന്നത് കേട്ട് അനുസരണയോടെ നിൽക്കാൻ നോക്കാനും പറഞ്ഞു. ഇക്കാര്യത്തിലെ മിക്കവാറും ഞാൻ അനുസരണക്കേട് കാണിക്കുമെന്ന് അനി പറയാം. എന്നെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരിക്കും, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ അനി പറയണു. എന്നിട്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം വീണ്ടും അവൻ്റെ സമ്മതം ഇല്ലാതെ എല്ലാവരും കൂടെ അവനെ നിർബന്ധിച്ച് അവൻ്റെ കല്യാണം നടത്താമെന്ന് നയന പറയുമ്പം നമ്മൾ ഇതിനകത്ത് ഇടപെടേണ്ട, മുത്തശ്ശൻ തീരുമാനിച്ചതല്ലേ എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരുക. കോള് വന്നപ്പോഴത്തേക്ക് നന്ദു എടുത്തു. പനിയാണ് വിളിക്കുന്നത്. ഹലോ എന്താ എന്ന് ചോദിച്ചു കേട്ടോ നന്ദു. അല്ല എന്താ ഇത്ര സീരിയസ് എന്ന് ചോദിച്ചപ്പം നീ വിളിച്ച കാര്യം പറയാൻ പറഞ്ഞു നന്ദു. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ പറ്റത്തില്ല എന്ന് നന്ദു. അതെന്താ പറ്റാത്തത്? ഞാൻ വീട്ടിലാണ് എന്ന് നന്ദു പറഞ്ഞു. നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയൊന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു അനിയെ. അപ്പോൾ ഇല്ല, തൽക്കാലം അതിന് പറ്റാത്ത അവസ്ഥയിലാണെന്ന് നന്ദു പറയുക. നന്ദു വാശി എന്നോട് വേണ്ട, നീ വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പം ഭീഷണിയൊന്നും വേണ്ട എന്ന് നന്ദു അനിയോട് പറയുക. നീ വന്നാലും ഞാൻ ഇറങ്ങി വരില്ല എന്നും നന്ദു പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കും അനിയെ സ്വീകരിക്കുന്നതെന്നും പറഞ്ഞു. അല്ല നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിപ്പോൾ ഇങ്ങനെയാണെന്ന് നന്ദു. അത് പറഞ്ഞ് നന്ദു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഹലോ നന്ദു നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ കിടന്ന് ആകെ ഇതാവും കേട്ടോ. എന്നിട്ട് നന്ദു ഇരുന്ന് കരച്ചിൽ. എനിക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്ന നയനയാണേ. നയന അവിടെ ഇരുന്ന് ഇങ്ങനെ അവിടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. അപ്പോൾ ഈ കോള് കണ്ടപ്പോഴത്തേക്കും നയന വരയൊക്കെ മാറ്റി വെച്ചിട്ട് ചാടി എടുത്തു. വേറെ ആരും ആയിരുന്നില്ല, മുത്തശ്ശനായിരുന്നു. മുത്തശ്ശ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മോള് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം, അതിൻ്റെ ഫലം കാണാതിരിക്കില്ല എന്ന് മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശിയും തൊട്ടരികിലുണ്ട്. മോളെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലുവേ ഉറക്കം കളയല്ലേ, അത് കഴിഞ്ഞുള്ള ശ്രമങ്ങളൊക്കെ മതി കേട്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക നയനയ്ക്ക്. അപ്പം ഞാനും അതൊക്കെ തന്നെയാണ് പറയാൻ വന്നതെന്ന് മുത്തശ്ശൻ. എന്നിട്ടാണോ ഓരോരോ ഡിസൈനൊക്കെ മോൾക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുവാണ്. അത് ഞാൻ പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്താലേ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും കൂടണ്ട, മുത്തച്ഛൻ അയച്ചു തരുന്നതൊക്കെ വളരെ വെറൈറ്റി ഉള്ളതാണെന്നും അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ കമ്പനിക്കും ഉണ്ടെന്ന് പറഞ്ഞു നയനയെ. എൻ്റെ മോളെ ഇറങ്ങിയാലേ ഉള്ളിൽ കിടക്കുന്ന ആൾ ഉറങ്ങും, ആ ഒരു ബോധം വേണം കേട്ടോ എന്ന് പറയുമ്പം ശരി മുത്തശ്ശി എന്ന് പറയും. കൃത്യം 10 മണിക്ക് തന്നെ കിടന്ന് ഉറങ്ങണം കേട്ടോ എന്ന് പറയുമ്പം മുത്തശ്ശി
അപ്പോൾ ഇപ്പം ആന്നൊക്കെ പറയും, എന്നിട്ട് വെളുക്ക് ഇരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കിടന്നോളാന്നേ എന്നും പറഞ്ഞ് നയന. എന്നാൽ പിന്നെ ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല, മോള് കിടന്നോളാൻ പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നെ ഒന്നും സംസാരിക്കാനും സമ്മതിച്ചില്ല എന്ന് മുത്തശ്ശൻ. സംസാരിക്കണമെങ്കിലേ നേരിട്ട് പോയി സംസാരിച്ചോളാൻ പറഞ്ഞു. ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് മുത്തശ്ശനോട് പറയണം. അങ്ങനെ രണ്ടുപേരോട് ഇരിക്കുക. മോളിന്ന് ഉറങ്ങില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നാളെ മോളുടെ വർക്കിന് ഫലം കണ്ടു കഴിഞ്ഞാലേ മോൾക്ക് ഉറക്കം വരുള്ളൂ എന്ന കാര്യവും മുത്തശ്ശനോട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തതെന്നും മുത്തശ്ശി പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് പിന്നെ പിറ്റേ ദിവസം കാണിക്കും, നമ്മുടെ ഡേവിഡ് നേരെ മാളവികയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഡിസൈൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. വെറൈറ്റി ഡിസൈൻസുകൾ റെഡിയാക്കണമെന്നൊക്കെ പറഞ്ഞ് മറ്റാരുടെയും സഹായം ഇല്ലാതെയാണ് നീ ഞങ്ങൾക്കൊരു പേരുണ്ടാക്കി തന്നതെന്നും ഇപ്പം മറ്റുള്ളവരുടെ ഐഡിയാസും കൂടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ മാക്സിമം യൂസ് ചെയ്തോളാം സാറിന് മാളവിക പറയുക. നാളത്തെ ദിവസം നമ്മുടേതായിരിക്കുമെന്ന് മാളവിക പറഞ്ഞു. അപ്പം അത് വേണം, അല്ലെങ്കിൽ പലരുടെയും മുന്നിൽ എനിക്ക് ആൻസർ പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അവതെന്താ സാറേ അങ്ങനെ? സാറല്ലേ MD എന്ന് ചോദിച്ചപ്പം ഞാൻ MD ആണ്, പക്ഷെ ഞങ്ങളുടെ മാനേജ്മെന്റ് ഉണ്ടല്ലോ എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ പിന്നിൽ പോയാലേ നയന കളക്ഷൻസ് കുതിച്ചു കയറത്തില്ലേന്ന് ചോദിച്ചു. ഓണമൊക്കെയാണ് വരുന്നത്, സ്വർണത്തിന്റെ വില ആകാശം മുട്ടി നിൽക്കുകയാണെങ്കിലും ആവശ്യക്കാർ വാങ്ങുന്നുണ്ടെന്ന കാര്യവും പറയാ ഡേവിഡ് മാളവികയോട്. എന്നിട്ട് കുറെ ഡിസൈനുകളും കാണിച്ചു കൊടുക്കണം. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയകളും കാര്യങ്ങളൊന്നും ഇല്ലെന്നും ആദ്യമൊക്കെ ഞാനൊരു മേനി പറഞ്ഞെങ്കിലും ഇപ്പം മാളവികയ്ക്ക് കാര്യങ്ങളൊക്കെ ഒരു മനസ്സിലായി കാണുമല്ലോ എന്നും പറഞ്ഞു. നാളെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് നമ്മൾ രാജാക്കന്മാരായി തിരിച്ചു വരണം. ഒരിക്കൽ മൂർത്തീസ് ജ്വല്ലറിയുടെയും മറ്റുള്ളവരുടെയും മുന്നിലും തല താഴ്ത്താനുള്ള അവസരം ഉണ്ടാക്കരുതെന്നും പറഞ്ഞു. ഒന്നാമത് അഭിസാറൊക്കെ കൂടെ ഉള്ളപ്പോൾ ഇപ്പോൾ അഭിസാറിനെയും സാറിന് പേടിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം അയാളിപ്പം മാനേജറല്ലേ, അയാൾ വന്നതിന് ശേഷം അയാൾക്കൊരു വിജയം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഡേവിഡ് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാളവിക ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് രാത്രി നമ്മുടെ അനിയ കാണിക്കുന്നത്. അനി ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിൽക്കുകയാണ് അനന്തപുരിയിൽ. അപ്പം നവ്യ അതുവഴി വന്നു, അനിയെ കണ്ടു. അപ്പോൾ അനിയുടെ ഈ സങ്കടമൊക്കെ കണ്ടപ്പോൾ നന്ദു ആയിരിക്കും അവൻ്റെ മനസ്സ് നിറയെ. ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും തന്നെ ഒന്നിക്കേണ്ടതെന്ന് നവ്യ. ഇനി ആരൊക്കെ എവിടെയൊക്കെ കിടന്ന് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെ പരക്കം പായാണ് നമ്മുടെ നവ്യ. അപ്പോൾ ഈ അനി തിരിഞ്ഞു നോക്കിയപ്പോൾ നവ്യയെ കണ്ടു. നവ്യ എന്നിട്ട് ഒന്നല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുവാണ്. നന്ദു ആയിരിക്കും നിന്റെ മനസ്സ് നിറയെ അല്ലേ എന്ന് നവ്യ ചോദിച്ചു. ഒരു കാരണവശാലും അവൾ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്ന് നവ്യ പറഞ്ഞപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കാനൊന്നും വന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് ചോദിച്ചു. അല്ല ഞാൻ ചിലരുടെയൊക്കെ മനസ്സറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നവ്യ പറയുമ്പോൾ എനിക്കറിയാം നന്ദുവിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ബന്ധം സ്പീഡാക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. രണ്ടുപേർക്ക് പിന്നാലെ മൂന്നാമതൊരാൾ കൂടി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവൾക്കെന്താ പോകാൻ വേറെ വീടില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ അതിന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അനി. കൂട്ടിക്കൊണ്ട് വരാതിരിക്കാനാണ് എടിപിടിയുന്ന ഇവിടെ എല്ലാവരും കൂടെ അവന്തികയും നീയുമായിട്ടുള്ള ബന്ധം തീരുമാനിച്ചത് എന്ന കാര്യം നവ്യ പറഞ്ഞപ്പം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? ഈ വീട്ടിലെ ഒരു കാരണവരുണ്ട്, അദ്ദേഹം പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് നവ്യ അനിയോട് പറയുമ്പോൾ അനി ഇങ്ങനെ സഹിക്കാൻ മേലാതെ നവ്യ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.